ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി എ.പി. അനിൽകുമാർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാണ് വണ്ടൂർ നിയോജകമണ്ഡലം എം.എൽ.എ. എ.പി. അനിൽകുമാർ സത്യവാചകം ചൊല്ലി മന്ത്രിയായി അധികാരമേറ്റെടുത്തത്. എ.പി. അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2001-2006 മന്ത്രിസഭയിൽ 2 വർഷം പട്ടികജാതി പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയായും 2011-2016 കാലയളവിൽ 5 വർഷം ടൂറിസം പട്ടികജാതി പിന്നാക്ക വിഭാഗം സഹകരണ വകുപ്പ് മന്ത്രിയുമായും സേവനമനുഷ്ഠിച്ച പരിചയവും അനിൽകുമാറിനുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില അനിശ്ചിതത്വമുണ്ടെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ 100 കണക്കിന് പ്രവർത്തകരാണ് വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.